Dear students, in this session we are going to discuss about psychotherapy for unipolar and bipolar disorders. So how will you manage bipolar disorders? And in the last session we discussed about the biological management of bipolar disorder, and in this session we are going to discuss in brief about the various psychotherapies available for the management of bipolar disorder. So first one is cognitive behavior therapy. Cognitive behavior therapy or cognitive therapy, it was originally developed by Peck and colleagues. കോഗ്നിറ്റീവ് തെറപ്പി എന്ന് പറയുന്നതിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് അറ്റംപ്റ്റ്സ് ഉണ്ട്. എന്തിന്? ഡിപ്രസീവ് പേഷ്യൻസിനെ സംബന്ധിച്ചാണെങ്കിൽ ടു വാലുവേറ്റ് സിസ്റ്റമാറ്റിക്കലി ദർ ഡിസ്ഫങ്ഷണൽ ബിലീഫ്സ് ആൻഡ് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ്. കോഗ്നിറ്റീവ് തെറപ്പി എന്ന് പറയുന്നത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻ ഓർഡർ ടു മാനേജ് യൂണിപോളാർ ഡിപ്രഷൻ. ആൻഡ് നമ്മൾ അതിൻ്റെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ we evaluate systematically their dysfunctional beliefs and negative thoughts. അവരുടെ dysfunctional beliefsനെയും നെഗറ്റീവ് തോട്ട്സിനെയും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. They are also taught to identify or correct their biases and distortions in information processing and to uncover and challenge their underlying depressogenic assumptions and beliefs. ഈ ഒരു കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പിയിലൂടെ നമ്മൾ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് അവരുടെ ബയാസ്ഡും ഡിസ്റ്റോർട്ടഡുമായിട്ടുള്ള തോട്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അണ്ടർലൈൻ ഡിപ്രസോജനിക് ആയിട്ടുള്ള അസംഷൻസിനെയും ബിലീഫ്സിനെയും ഒക്കെ ചാലഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. So cognitive therapy relies heavily on an empirical approach in that patients are taught to treat their beliefs as hypotheses that can be tested through the use of behavioral experiments. Okay, ഈ കോഗ്നിറ്റീവ് തെറപ്പിയിൽ ഒരു എംപിറിക്കൽ അപ്രോച്ചാണുള്ളത്. അവിടെ പേഷ്യൻസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? അവർ പഠിപ്പിക്കുന്നു. അവരുടെ ബിലീഫ്സിനെ ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ ടെസ്റ്റ് ചെയ്ത് അവർ ത്രൂ ദ യൂസ് ഓഫ് ബിഹേവിയറൽ എക്സ്പെരിമെൻറ്റ്സ് വഴി അത് ടെസ്റ്റ് ചെയ്ത് അത് ആ ഒരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനെ ചാലഞ്ച് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുക. ഓക്കെ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ബ്രെയിൻ ഇമേജ്, ഇപ്പോൾ ഇതിന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി വളരെ എഫക്റ്റീവായിട്ട് കാണുന്നത് എലോങ് വിത്ത് മെഡിക്കേഷനും, ചില സമയം മെഡിക്കേഷൻ ഇല്ലാതെയും കോഗ്നിറ്റീവ് തെറപ്പി ഇഫക്റ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ കോഗ്നിറ്റീവ് തെറപ്പിയുടെ ഇഫക്റ്റീവ്നെസ്സിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസിൻ്റെ അകത്ത് ഒരു സ്റ്റഡി, വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പറയുന്നത്, ബ്രെയിൻ ഇമേജിങ് സ്റ്റഡീസ് നടത്തി കഴിഞ്ഞപ്പോൾ ബയോളജിക്കൽ ചേഞ്ചസ്, ചില ബ്രെയിൻ ഏരിയാസിൽ ബയോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട് കോഗ്നിറ്റീവ് തെറപ്പിയും മെഡിക്കേഷൻസും തമ്മിൽ നോക്കുമ്പോൾ. കാരണം കോഗ്നിറ്റീവ് തെറപ്പി നടത്തുമ്പോൾ ഉണ്ടാവുന്ന ബ്രെയിനിലെ ചേഞ്ചസ് അല്ല മെഡിക്കേഷനിൽ ഉണ്ടാവുന്ന ബ്രെയിനിലെ ചേഞ്ചസ്. അപ്പോൾ അതിലൊരു പോസിബിലിറ്റി പറയുന്നത്, മെഡിക്കേഷൻസ് മേ ടാർഗറ്റ് ദി ലിംബിക് സിസ്റ്റം. മെഡിക്കേഷൻസ് ടാർഗറ്റ് ചെയ്യുന്നത് ലിംബിക് സിസ്റ്റത്തിലായിരിക്കും. പക്ഷേ കോഗ്നിറ്റീവ് തെറപ്പി എന്ന് പറയുന്നത് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കൂടുതൽ ഇഫക്റ്റീവ് ആകുന്നത് കോർട്ടിക്കൽ ഫങ്ഷൻസിലാണ്. ഓക്കെ, ഇതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫൈൻഡിങ്സ്. ഓക്കെ, കോഗ്നിറ്റീവ് തെറപ്പിയുടെ വേരിയന്റ് ആയിട്ടുള്ള ഒരു തെറപ്പിയാണ് മൈൻഡ്ഫുൾ ബേസ്ഡ് കോഗ്നിറ്റീവ് തെറപ്പി എന്ന് പറയുന്നത്. ഓക്കെ, കോഗ്നിറ്റീവ് തെറപ്പിയെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തിട്ടുള്ളതാണ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറപ്പി. ഇപ്പോൾ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറപ്പിയിൽ അതിൻ്റെ ഒരു ലോജിക് എന്താണെന്ന് ചോദിച്ചാൽ, ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഫൈൻഡിങ്സ് ദാറ്റ് പീപ്പിൾ വിത്ത് റെക്കറന്റ് ഡിപ്രഷൻ ആർ ലൈക്ലി ടു ഹാവ് നെഗറ്റീവ് പാറ്റേൺസ് ആക്ടിവേറ്റഡ് വെൻ ദേ ആർ സിംപ്ലി ഇൻ ഡിപ്രസ്ഡ് മൂഡ്. അപ്പോൾ ഒരു ഡിപ്രസ്ഡ് മൂഡ് ആണെങ്കിൽ അവർക്ക് നെഗറ്റീവ് തിങ്കിങ് പാറ്റേൺ ആയിരിക്കും ആക്ടിവേറ്റഡ് ആകുക. Perhaps rather than trying to alter the content of their negative thinking as in traditional cognitive therapy,
it might be more useful to change the way in which these people relate to their thoughts, feelings and bodily sensations. കോഗ്നിറ്റീവ് തെറപ്പിയിൽ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് തെറപ്പിയിൽ ഈ നെഗറ്റീവ് തിങ്കിങ്ങിൻ്റെ കണ്ടന്റിനെ ഓൾട്ടർ ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. ബട്ട് ഇൻ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറപ്പിയിൽ നമ്മൾ പക്ഷെ കുറച്ചുകൂടി ഡിഫറൻസോട് കൂടിയാണ് നമ്മൾ ചിന്തിക്കുക. അവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ചേഞ്ച് വരുത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതും എന്ത് കാര്യത്തിലാണ്? തോട്ട്സ്, ഫീലിങ്സ്, ബോഡി സെൻസേഷൻസ്. ഇപ്പോൾ ആൾക്കാരുടെ അവർ എങ്ങനെയാണ് തോട്ട്സിനോടും ഫീലിങ്സിനോടും ബോഡി സെൻസേഷൻസിനോടും ഒക്കെ റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൽ മാറ്റം വരുത്തുന്നതിനെ കുറിച്ചിട്ടാണ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറപ്പിയിൽ എംഫസിസ് കൊടുത്തിരിക്കുന്നത്. This group treatment involves training in mindfulness meditation technique aimed at developing patients' awareness of their unwanted thoughts, feelings, and sensations, so that they no longer automatically try to avoid them, but rather than learn to accept them for what they are, simply thoughts occurring in a moment rather than reflection of a reality. Okay. നമ്മൾ പറഞ്ഞു മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറപ്പിയിൽ നമ്മൾ എന്താണ് അവരുടെ ഈ ടെക്നിക്ക് എയിം ചെയ്യുന്നത് എന്താണ്? പേഷ്യൻസിനെ അവരുടെ അൺവാണ്ടഡ് തോട്ട്സിനെ കുറിച്ചും ഫീലിങ്സിനെ കുറിച്ചും സെൻസേഷൻസിനെ കുറിച്ചും ഒക്കെ അവെയർ ആക്കുന്നു. ഓക്കെ, അപ്പം അത് ഓട്ടോമാറ്റിക്കലി അതിനെ അവോയ്ഡ് ചെയ്യാൻ പഠിപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ നമ്മൾ ലേൺ ചെയ്യാനും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും, അതായത് അതിനെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ലേൺ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ അവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള തെറപ്പി വളരെ ഇഫക്റ്റീവ് ആണ് എന്നുള്ള രീതിയിലുള്ള സ്റ്റഡീസും ഉണ്ട്. Mindfulness-based cognitive therapy is an effective treatment for reducing the risk of relapse in those with a history of 3 or more prior depressive episodes who have been treated with antidepressant medication. Antidepressant medication വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഡിപ്രസീവ് എപ്പിസോഡ്സ്, ഒരു 3 അതിൽ കൂടുതലോ പ്രയർ ഡിപ്രസീവ് എപ്പിസോഡ്സ് ഉണ്ടായിട്ടുള്ള ആൾക്കാരിൽ പോലും മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് തെറപ്പി അതിൻ്റെ റിലാപ്സ് റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായകരമായിട്ട് കാണുന്നുണ്ട്. ഇനി റീസെൻ്റ്ലി there have been indication that modified form of CBT may be quite useful in combination with medication in the treatment of bipolar disorder as well. ഇപ്പം ബൈപ്പോളർ ഡിസോർഡറിൻ്റെ ട്രീറ്റ്മെൻറ്റിലും മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് തെറപ്പി കുറച്ചുകൂടി ഇഫക്റ്റീവ് ആകുന്നതായിട്ട് പറയുന്നുണ്ട്. Also, preliminary evidences that mindfulness-based cognitive therapy may be useful in treating bipolar patients between episodes. അപ്പോൾ പല എപ്പിസോഡ്സ് തമ്മിലുള്ള സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ അവരെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ് എന്നാണ് പറയുന്നത്. The second portion after cognitive behavior therapy, the next point which we are going to discuss is behavioral activation treatment. Behavioral activation treatment focuses intensively on getting patients to become more active and engaged with their environment and with their interpersonal relationships. ബിഹേവിയറൽ ആക്ടിവേഷൻ തെറപ്പിയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനാണ്? ആൾക്കാർക്ക് മോർ ആക്റ്റീവും അതുപോലെ തന്നെ എൻഗേജ്ഡും ആവുക. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട്? അവരുടെ എൻവയോൺമെൻറ്റും ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സുമായിട്ട് ബന്ധപ്പെടുത്തി കൂടുതൽ എൻഗേജ്ഡ് ആവുക. These techniques include scheduling daily activities, rating pleasure and mastery while engaging in them, exploring alternative behaviors to reach goals, and role-playing to address specific deficits. Okay, behavioral activation തെറപ്പിയിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെയിലി ആക്ടിവിറ്റീസ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കും. അതുപോലെ അവർക്ക് പ്ലഷർ ഫീൽ ചെയ്യുന്നത്, ഓരോ കാര്യം മാസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോന്ന് എൻഗേജ് ചെയ്യുമ്പോൾ അവർക്ക് അതിലുണ്ടാകുന്ന ഒരു മാസ്റ്ററി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ എക്സ്പ്ലോറിങ് ഓൾട്ടർനേറ്റീവ് ബിഹേവിയേഴ്സ് ടു റീച്ച് ഗോൾസ്, റോൾ പ്ലേ, ടു അഡ്രസ് സ്പെസിഫിക് ഡെഫിസിറ്റ്സ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് കാര്യങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത്?
ബിഹേവിയറൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റിന് ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ബിഹേവിയറൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റിൽ സാധാരണഗതിയിൽ കൊടുക്കുക. Next, we are moving towards interpersonal therapy, IPT. Okay, interpersonal therapy seems to be about as effective as medication and cognitive behavior therapy. ഇപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയറൽ ട്രീറ്റ്മെൻറ്റിനെ വെച്ചിട്ടും അല്ലെങ്കിൽ മെഡിക്കേഷൻസിൻ്റെ പോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്റർപേഴ്സണൽ തെറപ്പി എന്ന് പറയുന്നത്. IPT focuses on current relationship issues, trying to help the person understand and change maladaptive interaction patterns. അപ്പോൾ ഇന്റർപേഴ്സണൽ തെറപ്പിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കറന്റ് റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ it helps the person to understand and change maladaptive interaction patterns. ഇപ്പോൾ maladaptive ആയിട്ടുള്ള interaction patternsനെ കണ്ടെത്താനും അതിനെ ചേഞ്ച് ചെയ്യാനും നമ്മൾ IPTയിൽ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. Patients who received continued IPT once a month or received continued medication were much less likely to have recurrence than those maintained on placebo over 3 years and follow-up period. അപ്പോൾ ഇതൊരു സ്റ്റഡിയുടെ ഒരു റിസൾട്ടാണ്. ഓക്കെ, next, IPT has been adapted for treatment of bipolar disorders by adding focus on stabilizing daily social rhythms that, if they become destabilized, may play a role in precipitating bipolar disorders. അപ്പോൾ ഒരു സ്റ്റെബിലൈസ്ഡ് അല്ലാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബൈപോളർ എപ്പിസോഡ്സിനെ പെർസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഓക്കെ, so in this way, treatment called interpersonal and social rhythm therapy, patients are taught to recognize the effect of interpersonal events on their social and circadian rhythm and to regulate these rhythms. അപ്പോൾ നമ്മൾ ഒരു പുതിയ തെറപ്യൂട്ടിക് മോഡ്യൂൾ അല്ലെങ്കിൽ ഒരു വേരിയൻ്റ് ആണ് ഇന്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ റിതം തെറപ്പി എന്ന് പറയുന്നത്. അവിടെ പേഷ്യൻസിനെ നമ്മൾ പഠിപ്പിക്കുകയാണ് എന്തിന്, ടു റെക്കഗ്നൈസ് ദ ഇഫക്റ്റ് ഓഫ് ഇന്റർപേഴ്സണൽ ഈവൻസ് ഓൺ സോഷ്യൽ ആൻഡ് സിർക്കാഡിയൻ റിതംസ്. ഇപ്പം നമ്മുടെ സോഷ്യലും സിർക്കാഡിയൻ റിത്തത്തിലും ഇന്റർപേഴ്സണൽ ഈവൻസിൻ്റെ ഇഫക്ട്സ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് റിതംസിനെ റെഗുലറൈസ് ചെയ്യാനും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആസ് അഡ്ജങ്ക്ട് ടു മെഡിക്കേഷൻ ദിസ് ട്രീറ്റ്മെൻറ്റ് സീംസ് പ്രോമിസിങ്. ഇത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഓക്കെ, then the last point which we are going to discuss is family and marital therapy. അപ്പോൾ ഫാമിലി ആൻഡ് marital തെറപ്പിയെ കുറിച്ച് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ് യൂണിപോളാർ ബൈപോളാർ ഡിസോർഡേഴ്സിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു പേഷ്യൻറ്റിനെ സംബന്ധിച്ച് അൺയൂഷ്വൽ ആയിട്ടുള്ള സ്ട്രെസ്സേഴ്സ് അല്ലെങ്കിൽ അൺഫേവറബിൾ ലൈഫ് സിറ്റുവേഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഡിപ്രഷനിലേക്കും അല്ലെങ്കിൽ അതുപോലെയുള്ള സിറ്റുവേഷൻസിലേക്കും ട്രീറ്റ്മെൻറ്റ് വേണ്ട സാഹചര്യങ്ങളിലേക്ക് ഒരു വ്യക്തി എത്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഫാമിലി ആൻഡ് marital തെറപ്പി വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ എന്താണെന്ന് വെച്ചാൽ എക്സ്പ്രസ്ഡ് ഇമോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുക. So, relapse in unipolar and bipolar disorders, as in schizophrenia, is correlated with certain negative aspects of family life. ഒരു ഫാമിലി ലൈഫിൻ്റെ കുറേ നെഗറ്റീവ് ആസ്പെക്ട്സുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ടുണ്ട് യൂണിപോളാർ ഡിസോർഡർ, ബൈപോളർ ഡിസോർഡർ, സ്കീസോഫ്രീനിയ ഇതൊക്കെ. ഇപ്പം നമ്മളൊരു കുടുംബത്തിൽ താമസിക്കുന്ന പേഷ്യൻറ്റും ഉണ്ട്. അപ്പോൾ കുടുംബത്തിൽ മറ്റംഗങ്ങൾ ഇവരോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ടു ചെക്ക്. ഓക്കെ, അപ്പം നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പേഷ്യൻസും ഉണ്ട്. അപ്പോൾ ഈ പേഷ്യൻസ് ക്രിട്ടിസൈസ് ചെയ്യാതെ അവരുടെ എക്സ്പ്രസ്ഡ് ഇമോഷൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻറ്റിന് റിലാപ്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. For married people who have unipolar depression and marital discord, marital therapy is as effective as cognitive therapy in reducing unipolar depression in depressed spouse. അപ്പോൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരിൽ മാരിറ്റൽ ഡിസ്കോർഡും അല്ലെങ്കിൽ ഒരു പാർട്ട്ണർക്ക് ഡിപ്രഷൻ ഉണ്ടാവുക,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഡിസ്കോർഡിനെ മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഡിപ്രഷൻ, യൂണിപോളാർ ഡിപ്രഷൻ അവരുടെ സ്പൗസിലാണെങ്കിലും ഉണ്ടാവുന്നത് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ടു കൺക്ലൂഡ്, സൈക്കോതെറപ്പിയിൽ നമുക്ക് മേജറായിട്ട് എഴുതേണ്ടത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി. അതിൻ്റെ അകത്ത് ഒരു വേരിയൻറ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി എന്നതും നമ്മൾ പറയുന്നുണ്ട്. സെക്കൻഡ് വൺ ഇസ് ബിഹേവിയറൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ബിഹേവിയറൽ ആക്ടിവേഷൻ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. Then the third point is interpersonal therapy, and the fifth one, family and marital therapy. Okay, so please go through this lesson. If you have any doubt, you can ask.